ഹലോ, നിങ്ങൾ സ്കിൻ കെയർ നോക്കുന്നവരോ അല്ലെങ്കിൽ ജിമ്മിലൊക്കെ പോകുന്നവരാണെങ്കിൽ നിങ്ങൾക്കുള്ള വീഡിയോ ആണ് ഇത്. നമ്മൾ ഇന്ന് നോക്കാൻ പോകണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഹൈ ആന്റി ഓക്സിഡന്റ് ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. സോ അതിന്റെ റെസിപ്പി കാര്യങ്ങൾ എന്താണെന്നൊക്കെ നമുക്ക് പോവാം. അപ്പൊ എങ്ങനെയാ നമുക്ക് വീഡിയോയിലോട്ട് പോലെ. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കണ്ട. ഒപ്പം തൊട്ട് കാണുന്ന ബെല്ലൈക്കനും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് പോവാം. അപ്പോൾ ഇതിലോട്ടേക്കുള്ള സാധനങ്ങളെല്ലാം ഒന്നും വീട്ടിലില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് പർച്ചേസിങ്ങിന് ഇറങ്ങിയതാണ് കേട്ടോ. ഹലോ, അപ്പോൾ നമുക്കിത് റെഡിയാക്കാൻ വേണ്ടി കുറച്ച് സാധനങ്ങളൊക്കെ വേണം. എന്താ കാണിച്ചേ? ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ബീട്രൂട്ടാണ്. പിന്നെ നമുക്ക് ഇതിലോട്ടേക്ക് ക്യാരറ്റ് വേണം, അതുപോലെ അംല വേണം, പിന്നെ ആണെന്നുണ്ടെങ്കിൽ ജിഞ്ചർ വേണം, പിന്നെ നമ്മുടെ ലെമൺ വേണം. അപ്പൊ ഇതിനൊക്കെ കുറച്ച് റേഷ്യൂസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതെന്താണെന്നില്ല ഞാൻ പറഞ്ഞുതരാം. അപ്പൊ അതിന് മുമ്പ് നമുക്ക് ഇതൊന്ന് റെഡിയാക്കി എടുത്തിട്ട് വരാം. ഓക്കെ, ബാ. അപ്പൊ നമ്മൾ ഈ സാധനങ്ങളൊക്കെ നമ്മൾ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ക്രഷ് ചെയ്തെടുക്കണം. അപ്പൊ അതിന് റേഷ്യോ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ബീട്രൂട്ട് എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഡെയിലി കൺസപ്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ബീട്രൂട്ട് 4 കഷ്ണമാക്കിയിട്ട് അതിൻ്റെ ഒരു പാതി കേട്ടോ. അതായത് ഒരു ഗ്ലാസ്സിന് ഭാഗം ബീട്രൂട്ട് മാത്രമേ ആവശ്യമുള്ളൂ. ദെൻ ഞാൻ എല്ലാവരും കൂടി ഉണ്ടാക്കുന്നതുകൊണ്ട് കുറച്ച് അധികം എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി ഇത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ സാധനങ്ങളൊക്കെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവാക്കി എടുക്കാം കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് ആവശ്യത്തിന് ഏറെ വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇത് നമുക്ക് നന്നായിട്ട് ക്രഷ് ചെയ്തെടുക്കണം. നല്ല രീതിക്ക് എല്ലാം കട്ട് ചെയ്തതിനു ശേഷം നമുക്ക് ഇതിലോട്ടേക്ക് ചെറുനാരങ്ങ ആവശ്യമുണ്ട് കേട്ടോ. ഇത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ശരിക്കും ഒരു ഗ്ലാസ്സിനാണെങ്കിൽ ഹാഫ് മതി കേട്ടോ. അപ്പം ഞാൻ ഇത്ര തോനെ എടുത്തതുകൊണ്ടാണ് ഞാൻ ഇതിലോട്ടേക്ക് ഒരു 4-5 ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്. ദെൻ ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നിങ്ങൾക്ക് നല്ല രീതിക്ക് ഇത് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമ്മുടെ സാധനം റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് കലക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ സാധനം റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് കുടിച്ചോട്ടെ. അടിപൊളിയാണ്. ചെറിയൊരു പുളിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ നിങ്ങളിത് സ്കിന്നിനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ സ്കിന്നിന് ഗ്ലോ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 3 മന്ത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണം കേട്ടോ. അതല്ല നിങ്ങൾ ജിമ്മിലെ പ്രീ വർക്കൗട്ട് ആയിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി യൂസ് ചെയ്യാം.